ഞാൻ നിൽക്കുന്നത് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ചൂട് കൂടിയ ഒരു സ്ഥലത്താണ്, കുവൈറ്റാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ടും നമ്മളുടെ ഇന്ത്യൻസാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ സമയത്ത് ചായ കുടിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളമൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നാട് എത്ര മനോഹരമാണല്ലേ. വെറുതെ അല്ല നമ്മുടെ നാടിനെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്. കാരണം ഇവിടെ പൈസക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും വരുന്നത്, അല്ലാണ്ട് ഒരു നല്ലൊരു ജീവിത സാഹചര്യം അല്ലെങ്കിൽ നല്ലൊരു ക്ലൈമറ്റ്, അടിപൊളി സ്ഥലം അങ്ങനെ എന്നുള്ള രീതിയിലല്ല. ഇപ്പം യൂറോപ്പിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോകുന്ന ആൾക്കാരെ പോലെയൊന്നുമല്ല ഗൾഫിൽ വരുന്നത്. ഗൾഫിൽ നമ്മൾ പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, നാട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അല്ല, അങ്ങനെ തന്നെയാണ് എല്ലാവരും വരുന്നത്. സോ നമ്മളെ കേരളം, എസ്പെഷ്യലി ഇപ്പോൾ കേരളത്തിൽ നിന്ന് കാണുന്ന ആൾക്കാരൊക്കെ കുറച്ച് നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് തന്നെയാണ് ബെസ്റ്റ്. അത് ഇവിടെ വന്നേ പിന്നെയാണ് എനിക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റിയത് എന്നുള്ളതാണ് സത്യം എന്ന് പറയാം. നമ്മുടെ നാട്ടിൽ ഒരു മിനിമം കുറച്ച് സാലറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പോൾ ഫ്ലൈറ്റ് എവിടെയാണ് വരുന്നത് അവിടെയാണ് ഞങ്ങൾ പണിയെടുക്കാറുള്ളത്. സോ അതുകൊണ്ട് എല്ലാ വെയിലും ഇതുപോലെ കൊള്ളേണ്ടത് വരും. ഇപ്പോൾ നിലവിൽ 50 ഡിഗ്രി 52 ഡിഗ്രിയൊക്കെ വരുന്നുണ്ട് കുവൈറ്റിൽ. ഇനി ചൂട് കൂടാവുന്നേ ഉള്ളൂ. ചൂടൊക്കെ പിന്നെയും സഹിക്കുക. ഇനി ഈ പറഞ്ഞ പോലെ ഒന്ന് ഉഷ്ണം വരാനുണ്ട്. സോ ഇവിടുത്തെ നാട്ടിലെ ആൾക്കാരൊന്നും ഈ സമ്മറൊക്കെ ആകുമ്പോൾ ഒന്നും പുറത്തേക്ക് ഇറങ്ങില്ല. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഇവൻ നമുക്കൊരു മൊബൈലിൽ ഇപ്പോൾ മൊബൈൽ നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വരും പല കാര്യങ്ങൾ വേണ്ടിയിട്ട്. ഓഫീസ് യൂസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഒന്നും മൊബൈൽ എടുക്കാൻ വേണ്ടി പറ്റില്ല. മൊബൈലൊക്കെ ഹാങ് ആവും, മൊബൈലിലൊന്നും വാട്സപ്പ് പോവില്ല, സെൻഡ് ആവില്ല, അത്രക്ക് ചൂടാണ്. അപ്പോൾ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നേ പിന്നെയാണ് നമ്മുടെ കേരളത്തിനെ സ്നേഹിച്ചു തുടങ്ങിയത്. അത് പല കാരണങ്ങൾ കൊണ്ട് കേരളത്തിനെ സ്നേഹിച്ചു തുടങ്ങിയത് ഇവിടെ വന്നേ പിന്നെയാണ്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.